അച്ഛന് ക്യാൻസർ ആയിരുന്നു. അച്ഛനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലിട്ടിരുന്നിട്ടാണ് 1 മാസം ചികിത്സിച്ചത്. ആ അവസ്ഥയാണ് ഇവിടെ. ഇവിടെ വെള്ളം കെട്ടി കിടക്കുമ്പോൾ അങ്ങ് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്ത് തുറന്നു വെപ്പിച്ചത്. അത് എടുത്തോണ്ട് പോകാനേ പറ്റൂ. ഓ എനിക്ക് സ്റ്റോക്ക് വന്നത് അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങോട്ടുള്ള എല്ലാവരും രോഗികളാണ്. അപ്പം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നമുക്ക് എടുത്തോണ്ട് പോകാനായിട്ട് രാത്രി 1 മണി 2 മണിക്കൊക്കെ ചിലപ്പോൾ മോൻ കാണൂല, ഞാൻ മാത്രമേ കാണുള്ളൂ. ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരൊരു 4 മരണം നടന്നു. ആ 4 പേര് മരിച്ചപ്പോഴും എല്ലാരും തോളിലും കസേരയിലും എടുത്തോണ്ട്. അപ്പൊ നമുക്ക് ഒരു ആട്ട വരണം, പിന്നെ നമുക്ക് ഒരു സമാധാനവും. നമുക്ക് ഈ വഴിയിലുണ്ടെങ്കിൽ അത്രയും മഴ പെയ്ത് അവിടെ ചെളി കെട്ടിയതാ, അവളെ സഹോദരന് പിന്നെ കാലിൽ എലിപ്പനി വന്ന് സുഖമില്ലെങ്കിൽ ആശുപത്രി പോകുമ്പോൾ പറ്റില്ല. അവരങ്ങനെ അടിയും മഴക്കോറ്റൊക്കെ കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി നിങ്ങളെല്ലാവരും കൂടെ സാധിച്ച് നോക്കി തരണം. നമുക്ക് നിങ്ങൾ എത്രത്തോളം വെല്ലുവിളിക്കും, കൊണ്ടുവരേണ്ടവരൊക്കെ കൊണ്ടുവരും. നമ്മുടെ ഇവിടെ നിന്ന് 1 ഇഞ്ച് കല്ല് ഇളക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ ആണുങ്ങളെ കൊച്ചു മക്കളെയും കൈകാര്യം ചെയ്യും. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആട്ട കയറി വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ നോക്കേണ്ട ഒരു വഴി, ഇത്രയും ജനങ്ങൾ പോയി വരാനായിട്ടുള്ള ഒരു വഴി. നമസ്കാരം. 2 വീട്ടുകാർ തമ്മിലുള്ള വാക്കുതർക്കം, അതിന്റെ പേരിലുണ്ടായ അതിർത്തി തർക്കം, അതൊക്കെ എത്തി നിൽക്കുന്നത് 15ഓളം വീട്ടുകാരുടെ വഴിമുട്ടിക്കൽ നടപടിയിലേക്കാണ്. 20 വർഷം മുമ്പ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു. പക്ഷേ ഈ 2 വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു വഴി അത് മതിൽ കെട്ടി അടയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. സർക്കാർ അടക്കം ഇടപെട്ട് ഇവിടെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുമ്പോഴും ആ വീട്ടുകാർ ആ സ്ഥലം, ആ മതിൽ പൊളിച്ച് സ്ഥലം വിട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ വഴി നിർമ്മിക്കുന്നതും ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 15ലധികം കുടുംബങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് താമസിക്കുന്നത്. അതിൽ നിരവധി ആളുകൾ രോഗികളാണ്. 15ലധികം ആളുകൾ കിടപ്പ് രോഗികളാണ്. അതേപോലെ തന്നെ മരണം സംഭവിച്ചാൽ പോലും അവർക്ക് കൃത്യമായ ഒന്ന് ആശുപത്രിയിലേക്ക് പോകാനോ മറ്റു സാഹചര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 4ഓളം മരണങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരെയൊക്കെ കൊണ്ടുപോയിരുന്നത് കസേരയിലൊക്കെ ഇരുത്തിയിട്ടാണ് എന്നാണ് ഇവിടുത്തെ അന്തേവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനേക്കാൾ ഇവിടെയുള്ള സ്ത്രീകളാണ് ഇതിനു വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. നിങ്ങളെയൊക്കെ കൊല്ലാൻ വരെ തയ്യാറാണ്, അത്തരത്തിലുള്ള ഭീഷണികളൊക്കെയാണ് ഈ വീട്ടുടമ ഉന്നയിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ പരാതി. ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടാലും ഈ വീട്ടുകാർ വിട്ടു നൽകില്ല എന്നുള്ള കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുണ്ട്, രോഗികളുണ്ട്, ഇവരുടെയൊക്കെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. മഴക്കാലമാകുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം മലിനജലം ഈ ഒരു ചെറിയ വഴിയിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട്. സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ